ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ ആ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എനർജി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫുള്ളി ഈ ഒരു പേഴ്സണിൻ്റെ ഒരു എനർജിയാണ് നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എനർജി എങ്ങനെയാണ്, എങ്ങനെയുള്ള പേഴ്സൺ ആണെന്നുള്ളതാണ്. Two of Pentacles, Two of Swords, Empress. ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ വൈസ് അവർ മറ്റുള്ളവർക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ എനർജിയുള്ള വ്യക്തിയായിരിക്കണം. അതായത് പൊതുവെ ഈ ഒരു പേഴ്സണോട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും അല്ല അവരോട് അടുത്ത് പെരുമാറാനാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് താല്പര്യം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരു ഇമോഷണൽ സപ്പോർട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചില സമയങ്ങളിലൊക്കെ ഒരുപാടൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കംഫർട്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. കാരണം ഇവിടെ ഒരു ക്യാരക്ടർ എനർജിയിൽ തന്നെ നമുക്ക് കാണാം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷണലി പെട്ടെന്ന് ഇമോഷൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല അവരുടെ ഒരു ലൈഫിൽ അവർ വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് കൊണ്ട് നടക്കുക, ഈ പറഞ്ഞതുപോലെ ഒരു മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. വളരെ ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. എന്നാൽ ഇവരുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് തേടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കുറച്ചൊരു നിലപാടെടുക്കാൻ പല കാര്യങ്ങൾക്കും ഉള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. ഇനിയിപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കണം എന്നില്ല, പെട്ടെന്ന് അത് മാറിക്കൊണ്ടിരിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിലൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചിലവർ ചെയ്യുന്നത്. എന്നാൽ ചിലർ അങ്ങനെയല്ല. ഇപ്പോൾ എടുത്തൊരു തീരുമാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടാന്ന് തോന്നിയിട്ട് പിന്നെ മാറ്റാനുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് അതിനകത്ത് ആദ്യം എടുത്ത തീരുമാനത്തിന് അകത്ത് മാറ്റം വരുത്തുക, അങ്ങനെയുള്ളൊരു പ്രവണത കൂടുതലായിരിക്കും. മാത്രമല്ല കുറച്ചൊരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്, അതായത് മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലുള്ള സംസാരം, പെരുമാറ്റം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പോസിറ്റീവ് ക്വാളിറ്റി തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ. അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കത് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർക്ക് കഴിയണമെന്നില്ല. കാരണം അടിക്കടി മാറ്റുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ എടുത്ത തീരുമാനത്തിനകത്തൊരു ചാഞ്ചല്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമായിരിക്കും, പ്രത്യേകിച്ച് അടുത്ത് പെരുമാറുന്ന വ്യക്തികളെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും സാധാരണ ഉള്ളതിനേക്കാളും.
harmony, wisdom, sacrifice, discontent and boredom, material harvest and conflict and defeat. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് അവർ വളരെ സെൽഫിഷായിട്ട് പെരുമാറുന്നു, അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരവരുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിറകെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ നമുക്ക് ആ ഒരു എനർജിയാണ് വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാനായിരിക്കാം, കരിയറിലായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, എങ്കിൽ കൂടിയും ഈ പേഴ്സണ് മാനസികമായിട്ടുള്ളൊരു സ്വസ്ഥതയും സമാധാനവും ഹാപ്പിനെസ്സും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അവരാകെ ഒരു ഓഫ് മൂഡിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പല കാര്യങ്ങളിലും അവർക്ക് അത്രയധികം താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു വിരക്തിയായിട്ട് നിൽക്കുന്നു, കുറച്ചൊന്ന് ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചില കാര്യങ്ങളിൽ അവർ പർപ്പസ്ഫുള്ളി എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു പ്രവണത നമുക്ക് ഈ ഒരു പേഴ്സണിൽ ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോൾ അത്രയധികം ഒരു നല്ല രീതിയിൽ പോകാനോ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുക്കാനൊക്കെ താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു സ്റ്റേജ് ആയിരിക്കാം ഈ ഒരു പേഴ്സൻ്റേത്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്തൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തന്നെ കാണാം. റിലേഷൻഷിപ്പിനകത്തൊക്കെ അത്രയധികം ഈ ഒരു പേഴ്സൺ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അത് അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ അവരിൽ ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു പോസ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങൾ, പേഴ്സണൽ ഡിസയേഴ്സ് ഒക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥയായിരിക്കാം. ഇപ്പോൾ ഒരു ഫിനാൻഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ അത് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം. ചില സമയത്ത് നമ്മളുടെ പേഴ്സണൽ ചോയ്സസ് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥയിലും ആവാം. എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ ഒട്ടും ഹാപ്പിയല്ല. എന്നാൽ മറ്റു പല കാര്യങ്ങൾ അവർ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ കാര്യം നോക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ലോകം അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഇൻറ്റേർണലി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ആ ഒരു തരത്തിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സിറ്റുവേഷൻ എനർജി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാവണമെന്നില്ല. അവരുടെ എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്ത് വളരെ പ്രാധാന്യമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തും തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് റിലേഷൻഷിപ്പിനകത്ത് പിൻവലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. അവരൊന്നിനകത്തും അത്രയും സാറ്റിസ്ഫൈ ആയിട്ട് നിൽക്കുന്നൊരു എനർജി അല്ല. ആകെ അവരുടെ ഒരു ഫോക്കസ് പോകുന്നത് വേറെ ചില കാര്യങ്ങളിലേക്ക് മാത്രമാണെന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനോ അല്ലാന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകാനോ ഒക്കെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞൊരു കാര്യം കാണാം. അവർ കുറച്ചൊന്നും എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ നമുക്ക് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ നിങ്ങളോട് ഉള്ള ഒരു എനർജി എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത് എന്നുള്ളത് നോക്കാം. World, 8 of Pentacles, 9 of Wands, 9 of Swords, Ace of Swords, Hanged Man, 4 of Swords, 3 of Wands, 9 of Pentacles,
Knight of Swords, Ten of Wands, Four of Pentacles, Emperor, Princess of Swords, Queen of Wands, Sun, Four of Wands. നമ്മളിവിടെ ഈ ഒരു വ്യക്തിയുടെ കറൻ്റ്ലി നിങ്ങളോടുള്ള ഒരു എനർജി, ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ക്യാരക്ടർ എനർജി എടുത്തപ്പോൾ കണ്ട കാര്യങ്ങളും കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ബേസിക്കലി ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷൻസ് കൊടുക്കാനും വാങ്ങാനും കഴിവുള്ള ഒരു വ്യക്തിയാണ്. പല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്ന പോലെയുള്ളൊരു എനർജിയാണ് അവരുടേത്. ഒരിക്കലും ഒരു ഫ്ലോട്ടിങ് നേച്ചറോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലൊരു ടൈം പാസ് റിലേഷൻഷിപ്പിൽ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജി അല്ല നമുക്ക് കിട്ടിയത്. കാര്യം അവരുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെടുത്ത തീരുമാനങ്ങളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യതയൊക്കെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ പോലും അവരുടെ ഒരു ബേസിക് സ്ട്രക്ചറിനകത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ സ്നേഹം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ള അവരുടെ ഒരു അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യപ്രാപ്തിയൊക്കെ നമ്മളവിടെ കണ്ടൊരു സംഗതിയാണ്. അപ്പോൾ നിലവിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പാണ്. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ചില കേസിനകത്ത് ഒരാൾക്കായിരിക്കാം, ചിലയിടത്ത് നമുക്ക് രണ്ട് പേരിലും കാണാം. പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യമൊക്കെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. ഇപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ധരിപ്പിക്കുമ്പോൾ അവർക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു സമയം പോലും കിട്ടാതെ ആവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിത് കാണാം. ഇപ്പോൾ നമ്മളിവിടെ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റക്നെസ് എനർജി അല്ലെങ്കിൽ ആ ഒരു പോസ് എനർജി, ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് എനർജിയൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആക്റ്റീവായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇടപെടുന്നുണ്ടാവില്ല. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിലും നേരത്തെ എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തത് ആ കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും കണ്ടതാണ് അവർ സ്വയം ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ട് നിൽക്കുന്ന ഒരു എനർജി, ഒന്നിനകത്ത് വലിയൊരു താല്പര്യം കാണിക്കാത്ത പോലത്തെ ഒരു എനർജിയാണെന്ന് തീർച്ചയായിട്ടും അത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ബാക്കിലേക്ക് പോയി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ലേ അല്ലെങ്കിൽ അവർക്കൊരു പ്ലാനിങ്ങും ഇല്ലേന്ന് വെച്ചാൽ പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഈ ഒരു പേഴ്സൺ ഒരുപാട് തിങ്ക് ചെയ്യുന്നൊരു എനർജിയും കൂടി നമുക്ക് കാണാം. നമ്മൾ ഓൾറെഡി അവരുടെ ഒരു ക്യാരക്ടർ എനർജിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കുറച്ചൊരു ഓവർ തിങ്കിങ് ഉള്ള പേഴ്സൺ ആണെന്നുള്ളത്. സെയിം ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരത്രയേറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകണം, ലൈഫ് ലോങ് ഉണ്ടാവണം. ആ ഒരു ലോങ് ടേം സെക്യൂരിറ്റിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒന്ന് ബാക്കിലേക്ക് പോയിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരത് വിട്ട് കളയാൻ തയ്യാറല്ല എന്നുള്ളൊരു എനർജി നമുക്ക് കാണാം. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്കിതൊരിക്കലും വിട്ട് കളയാനായിട്ട് സാധിക്കില്ല. കുറച്ചൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ കുറച്ചൊരു ഹഡിൽസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ നിലവിൽ ചിലപ്പോൾ എന്തെങ്കിലും ബേർഡൻസോ കാര്യങ്ങളോ ഉണ്ടാവാം. അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാവാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. എങ്കിൽ കൂടിയും അവരത് ഒരിക്കലും വിട്ട് കളയാൻ തയ്യാറുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണല്ലോ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ പുറമേ നിങ്ങളോടത് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിനകത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു കാര്യം അല്ലെങ്കിൽ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു അക്യുറേറ്റ് ടൈം വരുമ്പോഴാണ് അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത്.
അപ്പോൾ നിലവിൽ ഈ ഒരു പേഴ്സണ് മാറി നിൽക്കേണ്ടി വന്നൊരു സാഹചര്യം, നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എനർജിയിൽ പറഞ്ഞതുപോലെ ഒരു സാക്രിഫൈസ് എനർജിയോ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പറഞ്ഞു സ്വന്തം ഇഷ്ടം ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയോടൊപ്പം തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ ആ ഒരു സാഹചര്യമായിരിക്കണം ഈ വ്യക്തിയുടേത്. അപ്പോൾ അതിനകത്തൊക്കെ അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. അല്ലെങ്കിൽ മാനസികമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ടാണെന്നുണ്ടെങ്കിലും വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്കൊരു സമാധാനം ഇല്ലാത്ത ആ ഒരു സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാം. നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എത്തുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ കണ്ടതുപോലെ ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് എനർജി, പ്ലാനിങ് എനർജിയൊക്കെ നമ്മൾ പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു സമയമാവട്ടെ എന്നുള്ളൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ്. വളരെ ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണം. അതുവരെ ഈ ഒരു തരത്തിൽ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്കാണ്. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെയും ആ ഒരു റിഫ്ലക്ഷൻ നന്നായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഒന്ന് മുന്നിലേക്ക് പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ അതിനായിട്ട് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതായിട്ട് കാണാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഇറക്കി വെക്കേണ്ടുന്ന ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്ത് തീർക്കേണ്ടുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതിനായിട്ടാണ് അവരിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പെൻഡിങ് എനർജിയിൽ ഇരിക്കുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യുകയാണ്. അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷണൽ സ്പ്രെഡ് എടുത്തപ്പോൾ അവിടെ കണ്ട ആ ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജി, അല്ലെങ്കിൽ ഒന്നിനകത്ത് വലിയൊരു താല്പര്യം കാണിക്കാതെ പോലെ ഇരിക്കുന്ന പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഇനിയിപ്പോൾ നോ കോൺടാക്റ്റോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഉദ്ദേശത്തിൽ അവർ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് കുറച്ചൊരു പൊസസീവ്നെസ് ഉള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ വരിക, അല്ലെങ്കിൽ പരസ്പരം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അത് പറഞ്ഞ് തിരുത്തേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, അതിനോടൊപ്പം ആ ഒരു പരിഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പൊസസീവ്നെസ്സും ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആരോടെങ്കിലും മിണ്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു അവർ മറ്റാരോടെങ്കിലും കൂടുതലൊരു ടൈം ഷെയർ ചെയ്യുന്ന കാര്യമൊക്കെ അറിയുമ്പോൾ ഉള്ളിലൊരു ജലസി അല്ലെങ്കിൽ ദേഷ്യം വരാനുള്ള ഒരു പ്രവണതയൊക്കെ വളരെയധികം സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഒരു ബലമെടുത്തുള്ള പോലെ തോന്നിക്കഴിഞ്ഞാൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ ബോൾഡായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വേണം എന്നൊക്കെയുള്ളൊരു ജെനുവിനിറ്റിയും ഉള്ളൊരു എനർജിയും കൂടിയാണ്. അതായത് പുറമെ കുറച്ചൊരു റഫായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഉള്ളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ്. പുറമെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരു ഹാഷായിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടോ ഒക്കെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ നേരത്തെ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കണം എന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഇമോഷണൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങളെ അത് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു റീഡിങ്ങിനകത്ത് നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ള ഒരു കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു ഡിസ്റ്റൻസ് ഇടുന്നത് കൊണ്ട് തന്നെ അല്ല ഞാനും അങ്ങനെയാണെന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ അവരായിട്ട് വലിയൊരു അടുപ്പം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാടൊരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, അവർക്ക് നിങ്ങളോട് കുറച്ചധികം സംസാരിക്കാനുണ്ട്. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഫയറി നേച്ചറും നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് വേണം എന്നുള്ളൊരു തീരുമാനം അവർക്കുണ്ട്. അത് വിട്ട് കളയാൻ തീരുമാനിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല. നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് നല്ലതുപോലെ ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിലുള്ളൊരു ക്ലാരിറ്റി വരണം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, മാനിപ്പുലേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ളൊരു
മാറ്റിയെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകാനുള്ളൊരാഗ്രഹം ഈ വ്യക്തിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജീസ് എല്ലാം വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫയറി നേച്ചറുള്ള എനർജീസൊക്കെ നമുക്ക് കാണാം. അത്രയും ഷാർപ്പ് ആൻഡ് ഡീപ്പായിട്ടുള്ള എനർജീസൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മുൻപിലുള്ള കാര്യങ്ങളെ കൂടി പരിഗണിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. പക്ഷെ അത് നടത്താനുള്ള ഒരു ടൈമിങ്ങും ആ വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. അവർ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാണ്. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് തിരുത്താനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് അവർ തന്നെ ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കഴിയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ട് പോകുന്നവരായിരിക്കാം. അതുപോലെ തന്നെ ഫിനാൻഷ്യലി കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുമായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് നിലവിൽ ഈ ഒരു പേഴ്സൺ എന്തോ കാര്യത്തിൽ വളരെ കാര്യമായിട്ട് മുഴുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അവർ പുറമേ വലിയൊരു ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും അവരുടെ ഒരു ഇന്നർ മൈൻഡിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, പ്ലാനിംഗ് ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാം. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ചില സ്പ്രെഡിനകത്തൊക്കെ നമുക്ക് വെയിറ്റിംഗ് എനർജിയൊക്കെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു നിശ്ചയം ഉണ്ടാവില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു സമയം വരട്ടെ, ആ ഒരു ഡിവൈൻ ടൈമിംഗ് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി എന്നുള്ള രീതിയിൽ ആക്ഷൻ എടുക്കാനുള്ളൊരു മടി കൊണ്ട് അല്ലെങ്കിൽ പേടി കൊണ്ട് അങ്ങനെ പറയുന്നവരുണ്ടാവാം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു എനർജി അല്ല കാണാൻ കഴിയുന്നത്. കാര്യം ഇതിനകത്ത് ആ ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചൊരു സമയം വേണം എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വിചാരിച്ച ചില കാര്യങ്ങൾ നടത്തിയെടുത്തതിന് ശേഷം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇത് ഒരു വേണ്ടെന്ന് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിവൈൻ ടൈമിംഗ് എന്നുള്ളൊരു രീതിയിൽ മാത്രമല്ല ഈ പേഴ്സൺ കാണുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം അവർക്ക് കുറച്ചൊരു സമയം വേണം, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കായിട്ട് കുറച്ചൊരു സമയം കൊടുക്കണം. അവരൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ടില്ല. അവർക്ക് കുറച്ചൊരു സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളോട് പറയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ ഇൻറ്റൻഷൻ പറയാതെ അവർ മാറി നിൽക്കുമ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അവർ അവരുടെ കാര്യത്തിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോടൊരു മൈൻഡ് ഇല്ലേ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ക്യാരക്ടർ എനർജി, അതുപോലെ തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളോടുള്ള എനർജി ആയിക്കോട്ടെ, ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ഒരു ക്യാരക്ടർ എനർജിയിൽ തന്നെ ഒരു ജെനുവിനിറ്റി ഉണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സണാണ്. കുറച്ച് ഈ പറഞ്ഞതുപോലെ ഒരു ഡബിൾ മൈൻഡിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ക്യാരക്ടർ വൈസ് അവർ നല്ലൊരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സിറ്റുവേഷൻ അവരുടെ കുറച്ചൊരു മോശമാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന നമ്പേഴ്സ് നമ്പർ 4, നമ്പർ 12, നമ്പർ 19 ആൻഡ് നമ്പർ 21. ഇനി അതുപോലെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ഏരീസ്, ലിയോ, സ്കോർപ്പിയോ, പൈസിസ്, അക്വേറിയസ്, ടോറസ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് അവരുടെ ഒരു ക്യാരക്ടർ എനർജിയൊക്കെ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റേതാണോ എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥയല്ല. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പ്ലാനിങ് എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.